ഇന്നത്തെ മൂവി സജഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിയാണ്. നിങ്ങൾ പലരും ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയാണ്. ഇതിൽ 6ഓളം സിനിമകളുണ്ട് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസിയിൽ. ഇതിലെ പ്ലോട്ട് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ട്രെയിൻ ആക്സിഡൻ്റായി ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നദിയിൽ വീണു. എല്ലാവരും മരിച്ചു. പക്ഷേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ ഈ രക്ഷപ്പെട്ട ഒരാൾ അയാളെ മരണം പിന്നാലെ പിന്തുടർന്ന് വന്ന് പ്ലാൻ ഇട്ട് കൊല്ലുകയാണെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഒരു പ്ലെയിൻ ക്രാഷായി അല്ലെങ്കിൽ ട്രെയിൻ ക്രാഷായി. അതിലെല്ലാവരും മരിച്ചു. 2 3 ആൾക്കാർ രക്ഷപ്പെട്ടു. അപ്പോൾ ബേസിക്കലി അവർ ഈ മരണത്തിൻ്റെ പ്ലാനിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? അപ്പോൾ മരണം അവരുടെ പിന്നാലെ ചെന്ന് നാച്ചുറലായിട്ട് അവരെ കൊല്ലാൻ നോക്കുകയാണെങ്കിലോ? അതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട്. എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഹൊറർ എന്നൊക്കെ പറയുന്ന ജോണറിനെ കംപ്ലീറ്റ്ലി റീഡിഫൈൻ ചെയ്തു. സാധാരണ ഒരു ഹൊറർ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രേതം, ഭൂതം, സൂപ്പർ നാച്ചുറൽ. ഇവിടെ മരണമാണ് വില്ലൻ. അത് മരണത്തിനെ കാണിക്കുന്നില്ല. പക്ഷേ എല്ലാവരും രാവിലെ എണീക്കുന്ന മുതൽ വൈകുന്നേരം വരെ എങ്ങനെ മരിക്കും ഞാൻ, എപ്പോൾ മരിക്കും ഞാൻ, ഇതാണ് ഓരോ ക്യാരക്ടറും ചിന്തിക്കുന്നത്. നമ്മൾ അവരുടെ കൂടെ ചിന്തിക്കും. ഇയാളിപ്പോൾ കാല് തന്നെ വീഴോ, ബസ് ഇടിക്കോ, എങ്ങനെ ഇയാൾ മരിക്കും. പിന്നെ ഇതിൽ ഈ കില്ലിങ്സ് എല്ലാം കാണിച്ചിരിക്കുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ്. അതായത് നമ്മൾ തറയിലിടിച്ച് വീണ് തല ഇടിച്ച് പൊളിക്കുക, അല്ലെങ്കിൽ കണ്ണിലൂടെ സൂചി കയറുക. അപ്പോൾ അതിൽ കുറച്ച് അങ്ങനത്തെ കാണാൻ പറ്റാത്തവരാണെങ്കിൽ മേ ബി യു ഷുഡ് അവോയ്ഡ് ഇറ്റ്. ഇതിൽ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ. ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. അതൊരു ഹ്യൂജ് ഹിറ്റാണ് ഈ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നത്. So definitely check out Final Destination. This is Raghu Raman Bhattacharya signing off.